ജവഹർ നവോദയ സ്കൂളുകളിലും അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനെ കൊതിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യോഗ്യതാ പരീക്ഷയാണ് CTET, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ CBSE ആണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. വർഷത്തിൽ 2 തവണയാണ്. എല്ലാ വർഷവും നമ്മൾ കേട്ടറ്റും സെറ്റും ഒക്കെ പോലെ തന്നെ ജൂൺ സൈക്കിളിലും ഡിസംബർ സൈക്കിളിലും ആയിട്ടാണ് ഈ CTET പരീക്ഷ നടക്കുന്നത്. അപ്പോൾ CTET പറ്റി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ CTET നമ്മൾ പറഞ്ഞു സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തുന്നത് ആരാടാ? CBSE ആണ് നടത്തുന്നത്. ആരാണ്? CBSE, നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന CBSE ആണ് നടത്തുന്നത്. അപ്പോൾ എന്തിന് ഈ ടെസ്റ്റ് എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ, ജവഹർ നവോദയ വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് കൂടിയേ തീരുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും, ഞങ്ങൾക്ക് ഇനി അവിടെ ഒന്നും പോയി പഠിപ്പിക്കാൻ താല്പര്യമൊന്നുമില്ല, ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചോളാമെന്ന്. നാട്ടിൽ പഠിപ്പിക്കണമെങ്കിൽ കേട്ടറ്റും സെറ്റും വേണമെന്നറിയാം. ഇനി CBSE സ്കൂളിൽ പഠിപ്പിച്ചോളാം എന്നാണെങ്കിൽ നമ്മുടെ നാട്ടിലെ നല്ല സാലറി സ്കെയിലുള്ള മുൻനിര CBSE സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ അവിടെ CTET നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. CTET ഉണ്ടെങ്കിൽ നമുക്കതൊരു പ്രത്യേക വിലയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പ്രൊമോഷനും കാര്യങ്ങൾക്കും ഒക്കെ അത് ഉപകാരപ്രദമാകും. ഇനി CTET ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ, കേട്ടിട്ട് ഒക്കെ നമ്മൾ പറയാറുണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അല്ലേ? അതുപോലെ തന്നെയാണ് CTET അവസ്ഥ. CTET 2 പേപ്പറുകളുണ്ട്. CTET പേപ്പർ 1ഉം CTET പേപ്പർ 2ഉം. ഈ പേപ്പർ 1 എന്ന് പറയുന്നത് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ CTET പേപ്പർ 1 എഴുതി നിങ്ങൾ പാസ്സായാൽ നിങ്ങൾക്ക് 1 മുതൽ 5 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൈമറി ടീച്ചർ, അതായത് PRT എന്നായിരിക്കും അറിയപ്പെടുന്നത്. പ്രൈമറി ടീച്ചർ, PRT. ഇപ്പോൾ നവോദയ സ്കൂളുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ PRT ടീച്ചറിനെ, പ്രൈമറി ടീച്ചറിനെ വിളിച്ചു എന്നാ പറയുന്നത്. PRT പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ CTET പേപ്പർ 1 പാസ്സാകേണ്ടതാണ് എന്ന് ഓർത്തു വെക്കുക. ഇനി പേപ്പർ 2 എന്ന് പറയുമ്പോൾ 6 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ്. അവിടെ നിങ്ങൾ TGT ആണ്, അതായത് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നായിരിക്കും ഈ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അറിയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം ഇങ്ങനെ പേപ്പർ 1ഉം പേപ്പർ 2ഉം എന്നിങ്ങനെ 2 പേപ്പറുകളാണ് CTET-നുള്ളത്. 2 പരീക്ഷകളാണ്, 2 കാറ്റഗറികളാണ് ഉള്ളത്. ഇനി CTET പേപ്പർ 1-ൽ എന്തൊക്കെ പഠിക്കണമെന്ന് നമുക്ക് നോക്കാം. 1ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് വരെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മുടെ കേട്ടറ്റിന് തുല്യമായിട്ടുള്ളൊരു മാർക്കിംഗ് പാറ്റേൺ ആണ്, മാർക്കിംഗ് സ്കീമാണ് CTET-നുള്ളത്. കേട്ടറ്റിന് 150 മാർക്കുകളാണെങ്കിൽ 150 മാർക്കാണെങ്കിൽ CTET-നും 150 മാർക്ക് തന്നെയാണ്. അത് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും 150 മാർക്ക് തന്നെയാണ്. അപ്പോൾ പേപ്പർ 1-ന് നിങ്ങൾ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി 30 മാർക്കിന് പഠിക്കണം. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളാണ്. സോ അവരുടെ മനഃശാസ്ത്രമായിരിക്കണം പഠിക്കേണ്ടത്. പിന്നെ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം നമുക്ക് CBSE ഒരു ലിസ്റ്റ് ഓഫ് ഒരു 20ഓളം ലാംഗ്വേജുകളെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 2 ലാംഗ്വേജ് തിരഞ്ഞെടുക്കണം. ലാംഗ്വേജ് 1-ൽ നിന്ന് 30 ചോദ്യം, ലാംഗ്വേജ് 2-ൽ നിന്ന് 30 ചോദ്യം. പിന്നെ മാത്സിൽ നിന്ന് 30 ചോദ്യം, EVS-ൽ നിന്ന് 30 ചോദ്യം. ഏകദേശം കേട്ടറ്റ് 1-ന്റെ തുല്യമായ സിലബസ് തന്നെയാണ് CTET 1-ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ CTET 1 പാസ്സായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം? നമ്മുടെ കേരള ഗവൺമെൻറ് നടത്തുന്ന LP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് എഴുതാം. നിങ്ങൾക്ക് LPSA എഴുതാൻ എന്തു മതി? കേട്ടറ്റ് 1 ഇല്ലെങ്കിലും CTET 1 ആയാലും മതി എന്നുള്ള കാര്യം ഓർക്കുക. ഇനി CTET പേപ്പർ 2-ന്റെ സിലബസ് നമ്മൾ പറഞ്ഞു 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് CTET പേപ്പർ 2 നമ്മൾ എഴുതുന്നത്. അവിടെ എന്തൊക്കെ നമുക്ക് പഠിക്കണം? ആ ഒരു എക്സാമിന് വേണ്ടി ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ലാംഗ്വേജ് 1 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, ലാംഗ്വേജ് 2 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇവിടെ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 2-മായിട്ട് ഇതിനെ ഒന്ന് താരതമ്യപ്പെടുത്താം, അല്ലെങ്കിൽ സാമ്യതയുണ്ട് എന്ന് പറയാം. ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് മാത്സ് ആൻഡ് സയൻസ് കോമ്പിനേഷൻ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എടുക്കാം. ഏതായാലും 60 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 2-ന്റെ അതേ പാറ്റേൺ തന്നെയാണ്, 150 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ ഇതുണ്ടെങ്കിൽ, CTET ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് LP പരീക്ഷയും എഴുതാം, UP പരീക്ഷയും എഴുതാം. CTET പേപ്പർ 2 ഉണ്ടെങ്കിൽ നമുക്ക് LPSAക്കും അപ്ലൈ ചെയ്യാം, UPSAക്കും അപ്ലൈ ചെയ്യാം. കേട്ടറ്റ് കാറ്റഗറി 2 വേണമെന്ന് ഇല്ല. പക്ഷേ
നിങ്ങൾക്ക് പലർക്കുള്ള സംശയമാണ്, ഞങ്ങൾക്ക് CTET പേപ്പർ 2 ഉണ്ടെങ്കിൽ HSA പരീക്ഷകൾക്ക് എഴുതാൻ പറ്റുമോ? എടാ, HSA ഹൈസ്കൂൾ ടീച്ചറിന് എഴുതണമെങ്കിൽ നമുക്ക് എന്തോ വേണം? കേട്ടറ്റ് കാറ്റഗറി 3 വേണ്ടേ? കേട്ടറ്റ് കാറ്റഗറി 3 വേണം. ഒരിക്കലും CTET പേപ്പർ 2 എന്ന് പറയുന്നത് കേട്ടറ്റ് കാറ്റഗറി 3ന് ഇക്വലന്റ് അല്ല. മറിച്ച് CTET പേപ്പർ 1ഉം 2ഉം ഉണ്ടെങ്കിൽ കേട്ടറ്റ് 1ഉം 2വിൽ നിന്ന് നമുക്കൊന്ന് എക്സംഷൻ കിട്ടും. ഒരിക്കലും കേട്ടറ്റ് കാറ്റഗറി 3യിൽ നിന്ന് നമ്മളെ ഒഴിവാക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിക്കണമെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. കേട്ടറ്റിന് തുല്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. തുല്യമായിട്ടുള്ള കട്ട് ഓഫ് നമുക്ക് എന്താ നേരത്തെ നിശ്ചയിക്കപ്പെട്ട കട്ട് ഓഫ് ആണ്. നെഗറ്റീവ് മാർക്ക് ഇല്ല, പ്രായപരിധി ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടറ്റിനുള്ളതുപോലെ തന്നെയാണ് CTETനും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ജനറൽ വിഭാഗക്കാർക്ക് മൊത്തത്തിൽ 150 ചോദ്യങ്ങൾ, 150 മാർക്ക് അല്ലേ? ജനറൽ വിഭാഗത്തിന് 90 മാർക്ക്, SC ST OBC PWD വിഭാഗക്കാർക്ക് 82 മാർക്കുമാണ് CTET പാസ്സാകാനായിട്ട് വേണ്ടത്. കേട്ടറ്റിനെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് ഈ സൈക്കോളജി അങ്ങനെയുള്ള കാര്യങ്ങൾ, ലാംഗ്വേജ്, ഇതൊക്കെ നമുക്ക് കേട്ടറ്റുമായിട്ട് വേണമെങ്കിൽ ഒന്ന് തുല്യപ്പെടുത്തി പഠിക്കാം. പക്ഷേ CTET പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്ത് വേണം സബ്ജക്റ്റുകൾ പഠിക്കാൻ. ഇപ്പോൾ സയൻസ്, EVS, മാത്സ്, സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്കുകൾ, നമ്മുടെ CBSE കരിക്കുലത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതിൽ നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ കേട്ടിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എന്തിനെ എടുക്കും? നമ്മുടെ സ്റ്റേറ്റിലെ ടെക്സ്റ്റ് ബുക്കുകൾ, SCERT ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുമെങ്കിൽ CTETന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ട് പഠനം ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ CTETനെ പറ്റിയിട്ട് ഏറെക്കുറെ ധാരണകൾ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കേട്ടറ്റ്, സെറ്റ്, CTET, നെറ്റ് തുടങ്ങിയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകളെല്ലാം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ആവശ്യമാണ്. ഇതൊക്കെ എഴുതിയെടുത്ത് വെക്കുക. നിങ്ങളിപ്പോൾ BEdനോ DLEdനോ ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എഴുതിയെടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ല വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അടുത്ത CTETന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു, ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. എൻട്രിയിലെ കോഴ്സുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോ നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലോ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കൃത്യമായിട്ട് നമ്മുടെ അധ്യാപകർ നിങ്ങൾക്ക് അതിന് മറുപടി നൽകും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്